ചേതൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിനിഷ, വെരി ഗുഡ് മോർണിംഗ്. പറയൂ, ചെറിയൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിപയുമായി ബന്ധപ്പെട്ട. പാലക്കാട്, മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം അവിടെയുള്ള മലപ്പുറം സ്വദേശിനിക്ക്, മങ്കര സ്വദേശിനി മരിച്ചത് നിപ മൂലമാണ് എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വരുമ്പോൾ വലിയ രീതിയിലുള്ള ജാഗ്രത പാലിക്കേണ്ട ഒരു ഘട്ടമാണ്. നിലവിൽ നിപയുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഒപ്പം കഴിഞ്ഞ ദിവസം പാലക്കാട് ചികിത്സയിലിരിക്കുന്ന യുവതിയെ കോഴിക്കോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് വിദഗ്ധ ചികിത്സയ്ക്കായി. തീർച്ചയായും മിനിഷ, ഈ നിപയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പിൻ്റെ പ്രത്യേകിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഊർജിതമായി തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പനി സർവൈലൻസ് ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇത് പ്രധാന ലക്ഷ്യം രോഗത്തിൻ്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്തുക, അതുപോലെ തന്നെ വീടുകളിൽ ബോധവൽക്കരണം ശക്തമാക്കുക തുടങ്ങിയതാണ് ഇതിൻ്റെ ലക്ഷ്യം. പനി സർവൈലൻസിൻ്റെ ഭാഗമായി 12 പേർക്ക് നിലവിൽ അസുഖം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 5 പേർ ICUവിലാണ്. സമ്പർക്ക പട്ടികയിൽ ഒരാൾ ഇപ്പോൾ നെഗറ്റീവ് ആയിട്ടുണ്ട്. 25 ടീമുകൾ തിരിച്ചാണ് ഈ പനി സർവൈലൻസ് നടത്തുന്നത്. ഇവർ 1655 വീടുകൾ നിലവിൽ സന്ദർശിച്ചിട്ടുണ്ട്. മിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാലക്കാട് സ്വദേശിക്കും ഇപ്പോൾ നിപ ബാധിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യസ്ഥിതിയും ഗുരുതരമായി തുടരുകയാണ്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ 258 പേരും കോഴിക്കോട് ജില്ലയിൽ 87 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ആകെ 425 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യോഗം കൂടിയിരുന്നു. അതുമാത്രമല്ല, ഈ നിപ ബാധിച്ചവരുടെ റൂട്ട് മാപ്പും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഏതായാലും ഈ നിപയുമായി ബന്ധപ്പെട്ട് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. കനിവ് 108 ആംബുലൻസ് ഉൾപ്പെടെ തയ്യാറാണ്. ഈ മാസം 1-ാം തീയതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മങ്കട സ്വദേശിനി നിപ ബാധിച്ച് മരിച്ചത്. പിന്നീടാണ് പരിശോധനയിൽ ഇവർക്ക് നിപ്പയാണെന്ന് മനസ്സിലായത്. തുടക്കത്തിൽ മസ്തിഷ്ക ജ്വരമാണെന്നാണ് കരുതിയത്. ഏതായാലും ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് മക്കരപ്പറമ്പ്, കുറുവ, മങ്കട ഗ്രാമപഞ്ചായത്തുകളിലെ 20 വാർഡുകൾ കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിപ്പയെ പ്രതിരോധിക്കാൻ എല്ലാവിധ ഒരുക്കങ്ങളുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. മിനിഷ.